ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിലയിരുത്തുന്നതിനായി കെപിസിസി നേതൃയോഗം ഇന്ന് ചേരും. രാഹുലിന്റെ റായ്ബറേലിയിലെ സ്ഥാനാർത്ഥിത്വത്തിൽ ഉയരുന്ന വിമർശനത്തിൽ ഏതു തരത്തിലുള്ള രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കണമെന്ന കാര്യവും യോഗത്തിൽ ചർച്ചയാവും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ശേഷം ആദ്യമായിട്ടാണ് കെപിസിസി നേതൃയോഗം ഇന്ന് ചേരുന്നത്. ആക്ടിംഗ് പ്രസിഡന്റ് എം ഹസന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ AICC സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, K സുരേന്ദ്രൻ, രമേശ് ചെന്നിത്തല, കൊടിക്കുന്നിൽ സുരേഷ്, ശശി തരൂർ എന്നിവരും ലോക്സഭയിലേക്ക് മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥികളും MLAമാർ, KPCC ഭാരവാഹികൾ, രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ, DCC പ്രസിഡന്റുമാർ തുടങ്ങിയവർ പങ്കെടുക്കും. വയനാടിന് പുറമെ റായ്ബറേലിയിൽ രാഹുൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് വലിയ വിമർശനമാണ് കേരളത്തിൽ ഉയരുന്നത്. ഇതിനെ എങ്ങനെ മറികടക്കാമെന്നും ഏതു തരത്തിലുള്ള പ്രതികരണം നടത്താമെന്ന കാര്യവും യോഗത്തിൽ ചർച്ചയാകും. കഴിഞ്ഞ ദിവസം തന്നെ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ന്യായീകരിച്ച കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയിരുന്നു. ശ്രീ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനത്തിന് ശേഷം ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മുഖ്യ ഉത്തരവാദിത്തം BJPയെ പുറത്താക്കുക എന്ന ദൗത്യം, ആ ദൗത്യം നിർവഹിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള റായ്ബറേലിയിലെ സ്ഥാനാർത്ഥിത്വത്തെ കോൺഗ്രസ് UDF പ്രവർത്തകരും ജനാധിപത്യ സമൂഹവും മുഴുവൻ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. അതേസമയം കഴിഞ്ഞ തവണത്തെ വിജയം ഉണ്ടാക്കുമെന്ന പ്രതീക്ഷ പുലർത്തുന്നതെങ്കിലും ഏതെങ്കിലും തരത്തിൽ തിരിച്ചടി നേരിടേണ്ടി വന്നാൽ സംഘടന ഒറ്റക്കെട്ടായി നേരിടണമെന്ന കാര്യവും യോഗത്തിൽ ചർച്ചയായേക്കും. ജനം, തിരുവനന്തപുരം.